of the power system on the common MVA base of 500. On the common MVA base of 500 will be MVA base of 500 will be dash. എന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്താ നമുക്ക് തന്നിരിക്കുന്നത് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണ്. അല്ല ആ ട്രാൻസ്മിഷൻ ലൈൻ എന്തായിരിക്കും R+jXL ആണ്. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് 0 ആണ്. എന്തായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത് എന്താ XL അല്ലെ, റിയാക്ടൻസ് XT ആണ് തന്നിരിക്കുന്നത്. ട്രാൻസ്ഫർ റിയാക്ടൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും നമ്മളുടെ ട്രാൻസ്ഫർ റിയാക്ടൻസ് ഇതായിരിക്കും അല്ലെ. ട്രാൻസ്ഫർ റിയാക്ടൻസ് 0.605 XT തന്നിട്ടുണ്ട്. XT is equal to 0.605. സെൻഡിങ് എൻഡ് വോൾട്ടേജ് എത്ര തന്നിട്ടുണ്ട്? സെൻഡിങ് എൻഡ് വോൾട്ടേജ് 11 kV, റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ആൾസോ 11 kV അല്ലെ. therefore പവർ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. therefore എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ്, ദാറ്റ് മീൻസ് എന്തായിരിക്കും മാക്സിമം പവർ അല്ലെ. therefore സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് is equal to Pmax, maximum power is equal to എന്തായിരിക്കും VS into VR by XT അല്ലെ. therefore എന്തായിരിക്കും VS എത്ര വന്നിരിക്കുന്നത്? VS 11, VR എത്ര 11 divided by XT എത്ര വരും? 0.605 അല്ലെ. 0.605 that is equal to വരും? That is equal to 121 divided by 0.605 that is equal to 200 megawatt വരും. 200 megawatt. നമ്മുടെ ചോദ്യം എന്താ? The steady state limit of the power system on the common base MVA of 500 will be. അപ്പോൾ നമുക്ക് 200 നമുക്ക് വേണ്ടത്, നമുക്ക് ഇനി 500 ബേസ് MVA ഉള്ള വാല്യൂ നമുക്ക് വേണ്ടത്. therefore എന്ത് ചെയ്യുക? എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർ യൂണിറ്റ് ഇക്വേഷൻ എന്താ? പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ ഡിവൈഡ് ബൈ എന്തായിരിക്കും? ബേസ് വാല്യൂ അല്ലെ. ആക്ച്വൽ വാല്യൂ ഡിവൈഡ് ബൈ ബേസ് വാല്യൂ. ആക്ച്വൽ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 200 അല്ലെ. ആക്ച്വൽ വാല്യൂ ഈസ് ഈക്വൽ ടു 200 ഡിവൈഡ് ബൈ ബേസ് വാല്യൂ എത്ര? സപ്പോസ് 500. ദാറ്റ് ഈസ് 2/5 എത്ര വരും? 0.4 പെർ യൂണിറ്റ്. അതായിരിക്കും ആൻസർ വരും. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ നോക്കേ, the steady state limit of the power system on the common base MVA of 500 will be. ക്വസ്റ്റ്യൻ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ എന്തായിരിക്കും നമ്മൾ പെർ യൂണിറ്റ് വാല്യൂ എടുത്തിട്ട് നമുക്ക് ബേസ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആക്ച്വൽ വാല്യൂ നമുക്ക് പ്രോബ്ലം ചെയ്തപ്പോൾ കിട്ടി ബേസ് വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പെർ യൂണിറ്റ് വാല്യൂ എത്ര കിട്ടും? 0.4 പെർ യൂണിറ്റ് കിട്ടും. ബിക്കോസ് ആക്ച്വൽ വാല്യൂ ഡിവൈഡ് ബൈ ബേസ് വാല്യൂ ആണ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. A synchronous generator. Next, a synchronous generator is supplying power to an infinite bus. Is supplying power to an infinite bus. Through a step-up transformer. And a double circuit transmission line are shown in the figure. And a double circuit transmission line as shown in the figure. The steady state limit of the system is 6.25 per unit. The steady state limit, the steady state stability limit of the system is 6.25 per unit. Of the system is 6.25 per unit. 25 per unit. per unit. If one of the double circuit line trips,
എന്തായിരിക്കും due to a fault, the resulting steady state stability limit will be the resulting എന്തായിരിക്കും steady state stability limit will be dash ആണ് ചോദ്യം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്തായിരിക്കും synchronous generator supplying power to infinite bus through a step up transformer. ഫിഗർ തന്നിട്ടുണ്ട്. എന്തായിരിക്കും നമ്മൾ ജനറേറ്ററിന് എന്തായിരിക്കും പിന്നെ നമുക്ക് നമ്മളുടെ ട്രാൻസ്ഫോമർ തന്നിട്ടുണ്ട്. പിന്നെ എന്തായിരിക്കും വരിക പിന്നെ നമുക്ക് ഡബിൾ സർക്യൂട്ട് ലൈനാന്ന് പറയുന്നുണ്ട് അല്ലേ അതായിരിക്കും ഇൻഫിനിറ്റ് ബസ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് VG ഈസ് ഈക്വൽ ടു 1 പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. ട്രാൻസ്ഫോമറിന്റെ എന്തായിരിക്കും XT ട്രാൻസ്ഫോമറിന്റെ റിയാക്ടന്റ് XT ഈസ് ഈക്വൽ ടു 0.12 എന്ന് തന്നിട്ടുണ്ട്. 0.12 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന സിംഗിൾ ജനറേറ്റർ സപ്ലൈയിങ് പവർ ടു ഇൻഫിനിറ്റ് ബസ് ത്രൂ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് ഡബിൾ സർക്യൂട്ട് ട്രാൻസ്ഫോമർ ആൻഡ് ഷോൺ ഇൻ ദ ഫിഗർ. The steady state stability of the system is 6.25 per unit. അപ്പം ഡബിൾ സർക്യൂട്ട് ലൈനിൽ ആടുന്ന സമയത്തുള്ള സ്റ്റെബിലിറ്റി ലിമിറ്റ് ആണ് 6.25. If one of the double circuit line trips due to a fault, the resulting steady state stability will be എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്തായിരിക്കും സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് ഇക്വേഷൻ Pmax is equal to എന്തായിരിക്കും VG അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്കറിയാം എന്തായിരിക്കും ആൻസർ കഴിഞ്ഞാൽ VT എന്തായിരിക്കും ടെർമിനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ബസ് ബാറിന്റെ വോൾട്ടേജ് എത്ര VT is equal to എന്തായിരിക്കും 1 ആണ് അല്ലേ 1 പെർ യൂണിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. therefore Pmax is equal to എങ്ങനെ എഴുതാൻ പറ്റും VG into VT divided by എന്തായിരിക്കും XT അല്ലേ. അപ്പോൾ XT യുടെ വാല്യൂ നമുക്കില്ല. XT നമുക്ക് തന്നിട്ടില്ല. കാരണം നമുക്ക് എന്ത് തന്നിട്ടുണ്ട് XT is equal to നമുക്ക് എഴുതാൻ പറ്റും. therefore XT is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും XT ട്രാൻസ്ഫോമറിന്റെ റിയാക്ടൻസ് പ്ലസ് ഇത് രണ്ട് ഡബിൾ സർക്യൂട്ട് ലൈൻ അല്ലേ രണ്ട് പാരലൽ അല്ലേ. therefore അതിന്റെ എന്തായിരിക്കും ഇത് X ആണെങ്കിൽ ഇത് X ആണെങ്കിൽ എന്തായിരിക്കും X പാരലൽ X എന്ന് പറയുമ്പോഴത്തേക്ക് X/2 വരും അല്ലേ. രണ്ട് പാരലൽ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും X/2 വരും. therefore എന്തായിരിക്കും വരിക XT നമുക്കറിയാം എത്രയാണ് 0.12 അല്ലേ 0.12 പ്ലസ് X/2. therefore Pmax തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതായിരിക്കും 6.25. therefore 6.25 is equal to VG terminal voltage 1 VG generator voltage 1 terminal voltage 1 divided by എന്തായിരിക്കും XT 0.12 plus X/2 അല്ലേ plus X/2 അല്ലേ. that is equal to എങ്ങനെ വരും that is equal to 1 into 1 അല്ലേ that is equal to 0.12 plus X/2 is equal to 1 by 6.25 അല്ലേ. 6.25 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും that is equal to 1 by 6.25 എന്ന് പറയുമ്പോൾ 6 in 1 by 4 ഇങ്ങനെ കൂടെ 6 1 by 4 that is equal to നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് 4 by 25 എന്ന് കിട്ടും അല്ലേ 4 by 25 എന്ന് കിട്ടും. therefore നമുക്ക് എന്തായിരിക്കും നമുക്ക് എങ്ങനെ കിട്ടും നമുക്ക് therefore X is equal to കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് എന്താ X is equal to 0.08 per unit എന്ന് കിട്ടും അല്ലേ. X is equal to കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ X കണ്ടുപിടിക്കാൻ പറ്റും X is equal to 0.08 per unit എന്ന് കിട്ടും. അപ്പോൾ എന്തായിരിക്കും ഇത് നമ്മുടെ രണ്ട് ട്രാൻസ്മിഷൻ ലൈനും ഉള്ള സമയത്തുള്ളത്. ഇനി എന്തായിരിക്കും ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് വൺ ഓഫ് ദ ഡബിൾ സർക്യൂട്ട് ലൈൻ ട്രിപ്സ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കാം വൺ ഓഫ് ദ ഡബിൾ സർക്യൂട്ട് ലൈൻ ട്രിപ്പ് ആകുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും നമ്മുടെ ഡയഗ്രം മാറുന്നത് എങ്ങനെ ആയിരിക്കും നമ്മുടെ ജനറേറ്റർ അല്ലേ നമ്മുടെ ട്രാൻസ്ഫോമർ പിന്നെ എന്തായിരിക്കും വരിക ട്രാൻസ്മിഷൻ ലൈന് അടുത്ത ഈ ലൈൻ എന്തായിരിക്കും ഇത് ട്രിപ്പ് ആയി പോയല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇത് ഓപ്പൺ ആയിരിക്കും വരിക. ഇത് എന്തായിരിക്കും ഇൻഫിനിറ്റ് ബസ് അല്ലേ VT എന്തായിരിക്കും XT എന്തായിരിക്കും VG അല്ലേ VG ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക ഇവിടുത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചു ഇത് X ആകുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് X/2 ഇത് എന്തായിരിക്കും വരിക X ആയിരിക്കും വരിക അല്ലേ. കാര്യം എന്തായിരിക്കും ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. therefore എങ്ങനെ ആയിരിക്കും വരിക therefore total XT is equal to കിട്ടും. therefore XT is equal to എന്തായിരിക്കും ട്രാൻസ്ഫോമറിന്റെ റിയാക്ടൻസ് സ്മോൾ XT പ്ലസ് എന്തായിരിക്കും ക്യാപിറ്റൽ X. therefore XT എത്ര ട്രാൻസ്ഫോമറിന്റെ റിയാക്ടൻസ് എത്ര തന്നിട്ടുണ്ട് 0.12 പ്ലസ് ഇപ്പൊ X നമ്മൾ എത്ര കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.08. therefore 0.08 therefore XT is equal to 0.2
per unit. Therefore, steady state stability limit is equal to the P max is equal to Vg Vt alle Vg Vt by xt. Therefore, that is equal to Vt1 xt 0.2. Therefore, 1 by 0.2 is equal to 5 per unit. That's 5 per unit is answer. So, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക്